ജീവിത വിജയം നേടിയവരിൽ രണ്ട് തരം ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലരുണ്ട് ആ വിജയം തലയ്ക്ക് പിടിച്ച് അഹങ്കാരികളായി തീരും. ചിലരുണ്ട് എത്ര വിജയം നേടിയാലും എളിമയോടുകൂടി മറ്റുള്ളവരുമായി ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യും. അത്തരക്കാരോട് നമുക്കെന്നും ബഹുമാനമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ APJ അബ്ദുൽ കലാം, മദർ തെരേസ, നമ്മുടെ യൂസുഫ് അലി സാറ്, ജോസഫ് ചിറ്റലപ്പള്ളി സാറ്, പല ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ എത്ര വിജയം നേടിയാലും വളരെ എളിമയുള്ളവരാണ്. ക്രിക്കറ്റിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ. എത്ര എളിമയുള്ളയാളാണല്ലേ. ആ എളിമ എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്, സച്ചിൻ്റെ 13ാം പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് ഒരു ക്രിക്കറ്റ് ബാറ്റ് സമ്മാനിച്ചത്രേ. ആ സമ്മാനിച്ച കൂട്ടത്തിൽ അച്ഛൻ ഒരു ഉപദേശം കൊടുക്കാനും മറന്നില്ല. അദ്ദേഹം തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ ഉപദേശം: ഡു നോട്ട് അലൗ സക്സസ് ടു ബ്രീഡ് അറഗൻസി. If you remain humble, people will give you love and respect even after you have finished the game. As a parent, I would be happier hearing people say, Sachin is a good human being than Sachin is a great cricketer any day. അദ്ദേഹം പറഞ്ഞ വാക്കിനർത്ഥം, വിജയങ്ങളിൽ നീ അഹങ്കരിക്കാതിരിക്കുക. നീ എളിമയോടുകൂടിയാണ് മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും ഇടപെടുന്നെങ്കിൽ നീ കളി നിർത്തിയാലും മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കും. ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്ക് കേൾക്കാൻ ഇഷ്ടം നീ ഒരു വലിയ ക്രിക്കറ്റ് താരമാണെന്നല്ല, നല്ലൊരു മനുഷ്യനാണെന്നാണ്. അദ്ദേഹം അത് ജീവിച്ച് കാണിച്ചു തന്നു. സച്ചിൻ ഒരു സല്യൂട്ട്. നമുക്കും അത് തന്നെയാണ് വേണ്ടത്. വിജയങ്ങളിൽ എളിമ കാണിക്കാൻ പഠിക്കണം. ഒളിമ്പിക്സിൽ നിങ്ങൾ സ്വർണം നേടിയാൽ പോലും തലകുനിച്ചാലേ ആ മെഡൽ അവരിട്ട് തരൂ. നമ്മൾ തലകുനിച്ച് തന്നെ വളരണം, എളിമ കാണണം.